ഉമ്മച്ചേ വീട്ടിലെ ദോശ എടുത്തിട്ടാണ് ഓരോന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ ദോശ ഈ ഉഴുന്ന് കണ്ടുപിടിച്ചാൽ തല്ലിക്കുമല്ലോ. ഉഴുന്നിട്ടല്ലടാ, അരിദോശയാ. ആ അതുകൊണ്ടാണ് കഴിക്കാന്ന് വെച്ചത്. ഷാജാന അരിദോശ ഉണ്ടാ തിന്ന് ഒരെണ്ണം എടുത്താട്ടോ. രാവിലെ 10 മണിക്കുണ്ടോ ഫൈനലാണ്. അവർക്ക് എന്തായാലും പുറത്തുനിന്നാണ് ഉറപ്പാ. സ്ഥിരം ഓട്ടമാണ്, അല്ലെങ്കിൽ പോകണ്ടായിരുന്നു. ഞാനെല്ലാം ചവിട്ടിത്തള്ളി ഒരു 10 മണിക്ക് എത്താം. എങ്ങനെയും പറഞ്ഞോട്ടോ. നിനക്കൊന്നും നാണമില്ലടാ, വയസ്സായി എന്നിട്ടും കളിച്ച് നടക്കുന്നു. എടാ വാവേ, ഷാജഹാന്റെ പ്രായത്തിലേ അവന്റെ വാപ്പയ്ക്ക് 8 മക്കളുണ്ടായിരുന്നു. 8 മക്കളാ? ആ, 2 മറ്റേ കുടിയില്ല. 2 കുടുംബത്തെ അങ്ങേര് നന്നായിട്ട് നോക്കി. നീയൊക്കെ ഇപ്പോഴും ഉമ്മമാരുണ്ടാക്കി തരുന്നതും കഴിച്ച് കുട്ടിയും കോലും കളിച്ച് നടക്കുന്നു. ഡാ, നിനക്ക് കല്യാണമൊന്നും വേണ്ടേ? അയ്യ, അവനെന്താ ഒരു കുറവ്? 8 മക്കളൊന്നും നടക്കൂലമ്മ. പോടാ അവിടുന്ന്. ശ്രമിച്ചു നോക്കാല്ലേ. 10 മണി. കാപ്പടിക്കണോട്ടോ. മുഖ്യാതിഥി സ്ഥലം സർക്കിൾ ഇൻസ്പെക്ടർ തോമസ് കുരുവിള സാർ ഇരു ടീമുകളെയും പരിചയപ്പെടുകയാണ്. ഇന്ന് നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ ഇവനോട് കാണാനല്ലോ. എപ്പോ വരാനാവും? രാജേഷ് ഓൾ ദി ബെസ്റ്റ്. എന്താ? ഹക്കി ഹക്കി ഹക്കി. സമീർ സമീർ. ഇത് ശൈലേന്ദ്ര. ഓൾ ദി ബെസ്റ്റ്. ബാബ. ഓക്കെ വാവ. സാലി സാലി. ആസിഫ്. ഒറ്റയായിട്ട് ഞാൻ എത്താം. ജുനൈദ്. ഓൾ ദി ബെസ്റ്റ്. ഇല്ല വിളിക്കണ്ട, ഞാൻ എത്താം. ചെമ്പരിക്ക യുണൈറ്റഡ് ക്രിക്കറ്റ് ടീമും വിനായക കാണക്കാരിയും തമ്മിൽ കൊമ്പോടുന്ന മത്സരം. ചാലിക്കപ്പന്റെ നേതൃത്വത്തിലുള്ള യുഎസിയുടെ താടിക്കുള്ളന്മാരും വിനായക കാണക്കാരിയുടെ പടപ്പോരാളികളും നേർക്കുനേർ വരുമ്പോൾ ഇത് നോക്കും, അവരും അങ്ങനെ കളിയല്ലേ. വാവയുടെ അതിമനോഹരമായ സിക്സറുകൾ പറക്കുന്ന ചെമ്പരിക്കയിൽ ട്രോഫി കമാൻഡിന്റെ അതിമനോഹരമായ ായിരിക്കുകയാണ്. ഇനി കളി വിജയിക്കാൻ യുഎസിക്ക് 3 ബോളുകളിൽ നിന്നും 10 റൺസാണ് വേണ്ടത്. എവിടെയാണ് അങ്ങോട്ടല്ലേ പോയെ? യുണൈറ്റഡിന്റെ പടക്കുതിര പുലിക്കുട്ടി വളരെ ആവേശഭരിതമായ നിമിഷങ്ങൾ. ആര് ട്രോഫിയിൽ മുത്തമിടും? ആര് ട്രോഫി കരസ്ഥമാക്കും? ഈ ട്രോഫി ഞങ്ങൾക്ക് വേണം, ഞങ്ങളെ എടുക്കുക, ഞങ്ങളെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞുകൊണ്ട് വിനായക കാണക്കാരിയും പൂരം കാണാൻ വരുന്നവർ പൂരം കണ്ടിട്ട് പോകണം. പൂരവും പൂരം ഇനി ഒരു ബോളും ഉണ്ട്, 6 റൺസും വേണം. നടക്കൂല ചന്ദ്ര. ആവേശം ആവേശം കളികൾ ആവേശപ്പെടുന്ന മത്സരം. ഞാൻ ആ കമാലടിച്ച് ജയിപ്പിച്ചാൽ മതിയായിരുന്നു.